കപ്പൽ മദ്ബഹയ്ക്ക് മുമ്പിലേക്ക് മുൻവശത്തേക്ക് നോക്കി കുമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കുറവലങ്ങാട് വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് കപ്പലിത മൂന്നാം തവണയും കുമ്പിടുന്നതിന് വേണ്ടി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. കപ്പൽ പ്രദക്ഷിണം ബൈബിൾ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലെ ബൈബിൾ സംഭവങ്ങളാണ് നാം ഇവിടെ അനുസ്മരിക്കുക. അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മഹാനഗരമായ നിനവയിലേക്ക് യാത്രയാവുക, അവരോട് തങ്ങളുടെ ദുഷ്ടത മതിയാക്കി ദൈവത്തിങ്കലേക്ക് തിരിയാൻ ആവശ്യപ്പെടുക. ദൈവത്തിന്റെ സ്നേഹപൂർവകമായ ദാനമാണ് തന്റെ സ്നേഹത്തിന്റെ പ്രതീകമാകുവാനുള്ള ആഹ്വാനം. ഈ ദൈവിക ആഹ്വാനത്തിന് മറുപടി നൽകാതെ കർത്താവിന്റെ വാക്ക് ധിക്കരിച്ച് യോന താർശീശിലേക്ക് കപ്പൽ കയറി. താർശീശിലേക്ക് യാത്രയാകുന്ന കപ്പലിൽ ഓടിക്കയറിയ യോന കപ്പലിൽ സ്വൈര്യമായി വിശ്രമിക്കാമെന്ന് കരുതി കപ്പൽ തട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന സമയമാണ് ദൈവം കടലിലേക്ക് കൊടുങ്കാറ്റിനെ അയക്കുന്നത്. പള്ളിയുടെ മുറ്റം ജനസാഗരമായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കപ്പൽ പ്രദക്ഷിണത്തിന് സൗകര്യം ചെയ്തുകൊണ്ട് പ്രദക്ഷിണ വീതിയിൽ നിന്നും ഭക്തജനങ്ങൾ മാറി നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വലിയ ഭാരമേറിയ കപ്പലാണ്, വേഗത്തിലാണ് സഞ്ചാരവും. ആടി ഉലഞ്ഞുള്ള ഈ സഞ്ചാരത്തിൽ പ്രദക്ഷിണ വീതിയിൽ നിന്ന് ജനങ്ങളെല്ലാവരും മാറി നിന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരറിയിപ്പ്, KL 33, 32, 36 എന്ന മാരുതി വാഹനം മാറ്റി പാർക്ക് ചെയ്യണം. KL 33, 32, 36 എന്ന വാഹനം മാറ്റി പാർക്ക് ചെയ്യണം. കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 1-ാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ വിശ്വാസ തീഷ്ണതയുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ മാതൃസ്നേഹത്തിന്റെ വറ്റാത്ത ഉറവ സമ്മാനിക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സഹസ്രങ്ങൾക്ക് മുത്തിയമ്മയുടെ കുറവലങ്ങാട് പള്ളി ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമയം നമുക്ക് കപ്പലിലേക്ക് ശ്രദ്ധിക്കാം. 17 അടി നീളമുള്ള കപ്പലാണിത്. അടിത്തട്ടിന്റെ വീതി 5 അടിയും. കപ്പലിൽ 9 പ്രതിമകൾ, 2 പേർ സ്ത്രീകൾ, 3 പേർ കപ്പൽ ജോലിക്കാർ. യൂണിഫോം ധരിച്ച 3 പേരിൽ ഒരാൾ കപ്പിത്താനും മറ്റ് 2 പേർ പടയാളികളും. കപ്പലിനുള്ളിൽ മത്സ്യത്തിന്റെ വലിയ പ്രതിമ. മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്നത് പിതാവായ ദൈവത്തിന്റെ പ്രതിമ. അതിന്റെ ചുവട്ടിൽ 6 മാലാഖമാർ. പിൻഭാഗത്ത് മെത്രാൻ സ്ഥാനത്തിന്റെ ചിഹ്നങ്ങളായ മുടിയും കുത്തിവച്ചിരിക്കുന്നു. കുറവലങ്ങാട് മുത്തിയമ്മ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വലിയ പള്ളിയുടെ മുത്തിയമ്മയുടെ കുറവലങ്ങാട് പള്ളിയുടെ തിരുമുറ്റത്ത്
ഈ സമയങ്ങളിൽ പ്രത്യേകമായി തെക്കേ തിരുമുറ്റത്ത് കൂടി കപ്പൽ സഞ്ചരിക്കുകയാണ്. കപ്പൽ ചെറിയ പള്ളിയുടെ തിരുനടയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് തുടർന്ന് സഞ്ചരിക്കുക. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യങ്ങൾ ഒരിക്കൽ കൂടി ഈ കപ്പലിന്റെ പ്രദക്ഷിണ വീതിയിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. കാർഷിക പാരമ്പര്യം ശിരസ വഹിക്കുന്ന കുറവിലങ്ങാട് നിവാസികൾ ഇതാ കപ്പലിലേക്ക് തളിർവെറ്റില സമർപ്പിക്കുകയാണ്. ഈ തളിർവെറ്റില ശേഖരിക്കുവാൻ നിരവധിയായ വിശ്വാസികളാണ് അത് ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ സമർപ്പിക്കുവാൻ കാത്തു സൂക്ഷിക്കുവാൻ നിരവധിയായ വിശ്വാസികൾ ചുറ്റും കൂടുകയാണ്. കടപ്പൂർ നിവാസികളാണ് ബൃഹത്തായ ഈ കപ്പൽ കൈകളിലും തോളിലുമായി സംവഹിക്കുന്നത്. നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന അഭംഗുരം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യം. നാവിക തലമുറയുള്ള കടപ്പൂർ നിവാസികളുടെ യുവതലമുറയിത പിഴയ്ക്കാത്ത ചുവടുകളുമായി തളരാത്ത കരങ്ങളുമായി 2026 ആണ്ടിലും കപ്പൽ സംവഹിക്കുകയാണ്. കടപ്പൂർ കരയിലെ ജന്മമെടുത്ത ഏതൊരു മനുഷ്യ ജന്മത്തിന്റെയും ചിന്തകളിലുള്ള വികാരമാണ്, രക്തത്തില് അലിഞ്ഞു ചേർന്ന വികാരമാണ്, സിരകളിലൂടെ ഒഴുകുന്ന വികാരമാണ്. കപ്പൽ പ്രദക്ഷിണത്തിൽ കപ്പൽ സംവഹിക്കണം മുത്തിയമ്മയുടെ മണ്ണിലൂടെ ജനസാഗരത്തിലൂടെ. തങ്ങളുടെ മുൻ തലമുറയെ കടൽ ദുരന്തത്തിൽ നിന്നും കപ്പൽ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ച മുത്തിയമ്മയോട് ദൈവപിതാവിനോടുള്ള നന്ദി സൂചകമായി എല്ലാ വർഷവും കടപ്പൂർ കരക്കാരെത്തുന്നു. പാരമ്പര്യങ്ങൾ അഭംഗുരം കാത്തു സൂക്ഷിക്കുവാനായി മുൻപൊരിക്കൽ നാവിക പാരമ്പര്യമുള്ള കടപ്പൂർ നിവാസികൾ കടൽ ദുരന്തത്തിൽ കപ്പൽ തെന്നി നീങ്ങുന്നത് എത്ര ലളിതമായിട്ടാണ് ഈ കടപ്പൂർ നിവാസികളുടെ ദൃശ്യവൽക്കരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ചെറിയ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരയുടെ നാമധേയത്തിലുള്ള ചെറിയ പള്ളിയുടെ മുന്നിലേക്ക് ഇതാ കപ്പൽ എത്തുകയാണ്. കപ്പലിന്റെ രണ്ടാം പാത കുമ്പിടലിന്റെ വേദിയാണ്. ചെറിയ പള്ളിയുടെ പടവുകളുടെ മുൻവശം കപ്പൽ ഓട്ടുസേവായ ചിന്തിക്കുന്ന മഹനീയ നിമിഷങ്ങളിലേക്കാണ് നാം എത്തിച്ചേരുക. ഒന്നാം പാദത്തിൽ വലിയ പള്ളിയുടെ മുൻവശത്ത് കുമ്പിട്ട കപ്പൽ 3 തവണ പരിശുദ്ധ ത്രിത്വത്തെ ഓർമ്മിപ്പിച്ച് കുമ്പിട്ട കപ്പലിത ചെറിയ പള്ളിയുടെ മുൻവശത്തേക്ക് പടവുകളിലേക്ക് 3 തവണ ഓടിക്കയറുവാനായി പോവുകയാണ്. ചെറിയ പള്ളിയുടെ പടവുകളുടെ ഏറ്റവും കടലങ്ങാടിന്റെ പാരമ്പര്യമാണ്. ഒട്ടുസേവായിൽ ചുംബനം നൽകിയതിനു ശേഷമാണ് കപ്പൽ തിരിച്ചെത്തുക. ചുംബനം നൽകുവാൻ സാധിക്കുന്നത് 3 തവണയുള്ള ഓടിക്കയറലുകളോടെയാണ്. 3-ാം തവണ ഓടിക്കയറുമ്പോൾ മാത്രമാണ് ശ്രീവായിൽ കപ്പലിനെ ചുംബിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളത് എത്രയധികമായി നാം ഈശോ മിശിഹായിലേക്ക് ആഞ്ഞെടുക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 വട്ടമായാലും മനസ്സുകൾ പിന്തിരിയരുത്. ക്ഷോഭമുണ്ടാവാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പിന്നോട്ട് നയിക്കുന്നവരുണ്ടാവാം, ശക്തികളുണ്ടാവാം. അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ശ്രീവായിലേക്ക് ഈശോയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ ചേർത്ത് വെക്കണമെന്ന് കപ്പൽ പ്രദക്ഷിണം ഈ നിമിഷങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. വലിയ പള്ളി
വശത്ത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച കപ്പൽ ഊട്ടുവിളക്കിൽ ചുംബിച്ചതിന് ശേഷം തങ്ങളുടെ കപ്പൽ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. സഹായം നൽകുന്ന കൗണ്ടറിൽ ആത്മീയ ബന്ധുജനങ്ങളെ കാത്തിരിക്കുന്നു. സമയം വിതച്ചുകൊണ്ട് വാദ്യകലാകാരന്മാർ എത്തുന്നു, ചെണ്ടമേളം എത്തുന്നു. തൊട്ടു പിന്നിലായി ആന അകമ്പടി പ്രദക്ഷിണമാണ് ഇതെന്ന ഓർമ്മയുണർത്തിക്കൊണ്ട്, ചിന്തകൾ ഉണർത്തിക്കൊണ്ട് തൊട്ടുചാലിൽ ബോലോനാഥ് മുത്തിയമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാജകീയമായി മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ മുൻവശത്തേക്ക് എത്തുകയാണ്. എത്ര സുന്ദരമായ പാരമ്പര്യങ്ങളുടെ തനിയാവർത്തനം. മുത്തിയമ്മയുടെ മുന്നിലേക്കിതാ ആന അകമ്പടി പ്രദക്ഷിണമുള്ള ലോക ചരിത്രത്തിലെ ഏക ദേവാലയത്തിന്റെ തിരുമുൻപിലേക്കിതാ ഗജവീരൻ എത്തുകയാണ്. മുത്തിയമ്മയുടെ തിരമ്പേറ്റിയ ഗജവീരനിതാ മുത്തിയമ്മയുടെ തിരുസ്വരൂപമുള്ള തെക്കേ സങ്കീർത്തിയുടെ മുന്നിലെത്തുന്നു. കപ്പൽ കുമ്പിട്ടതുപോലെ ഗജവീരനും തുടർന്ന് കുമ്പിടും, വന്ദിക്കും, വണങ്ങും. എത്ര വലിയ ശക്തനാണ് നീ എങ്കിലും വിശുദ്ധ ഗണത്തിനും തിരുനാളിന് കപ്പൽ പ്രദക്ഷിണത്തിന് കിടമ്പേറ്റുന്ന ഗജവീരനിത ആനവാതിൽക്കൽ, ആനവാതിൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആനവാതിൽക്കൽ പരിശുദ്ധ മദ്ബഹയ്ക്ക് മുന്നിൽ ഗജവീരൻ തുമ്പിക്കൈകൾ ഉയർത്തിക്കൊണ്ട് കുമ്പിടുകയാണ്. 3 തവണ വന്ദിക്കുകയാണ്, വണങ്ങുകയാണ്. ദേവാലയം എത്ര പരിശുദ്ധമാണെന്ന് നമ്മുടെ ചിന്തകളിലേക്ക് ഓർമ്മകൾ, ചിന്തകൾ ഉണരേണ്ട നിമിഷങ്ങളാണിത്. അമ്പരചെമ്പിയായ ദേവാലയത്തിന്റെ തിരുമുൻപിലിതാ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന അകമ്പടി പ്രദക്ഷിണം ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ കുറവിലങ്ങാട് പള്ളിക്ക് ലഭിച്ച അവകാശമാണ്. ചരിത്രത്തിൽ നാം വായിക്കുന്നു, ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ ആന അകമ്പടി പ്രദക്ഷിണം ഉള്ള ഏക ദേവാലയമാണ് സീറോ മലബാർ സഭയുടെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായ കുറവിലങ്ങാട് കുറവിലങ്ങാട് പള്ളി. ആനവാതിൽക്കൽ ഗജവീരനായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആനവാതിൽ സംഭവങ്ങളിലേക്കും ആനവായിൽ ചക്കര നേർച്ചയിലേക്കും എത്തണം. പണ്ടൊരിക്കൽ ഈ ദേവാലയം തകർക്കുന്നതിനായി, ദേവാലയത്തിന്റെ വാതിൽ തകർക്കുന്നതിനായി ഗജവീരൻ ആനവാതിൽക്കൽ ആഞ്ഞു കുത്തിയപ്പോൾ, സർവശക്തിയും എടുത്ത് ആഞ്ഞു കുത്തിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഗജവീരന്റെ കൊമ്പുകൾ ആനവാതിലിൽ ഉടക്കി പോവുകയാണ് ചെയ്തത്. തിരിച്ച് ഊരിയെടുക്കാൻ കഴിയാതെ ഇരണ്ട കെട്ടി നോവ് മൂലം, ഏറെ നേരമുള്ള നിൽപ്പ് മൂലം, അനങ്ങാൻ വയ്യാതെയുള്ള നിൽപ്പ് മൂലം, ഇരണ്ട കെട്ടി നോവ് മൂലം അലറി വിളിച്ചപ്പോൾ ഒത്തുകൂടിയവരെല്ലാം ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ശാന്തനായി കൈവിരിച്ച് പിടിച്ച് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു വികാരിയച്ഛൻ പ്രാർത്ഥിക്കുന്നതായി പിന്നീടാണ് ജനസമൂഹം തിരിച്ചറിഞ്ഞത്. ആ വികാരിയച്ഛൻ പുറത്തു വന്ന് ആനയിൽ സ്പർശിച്ചപ്പോൾ മാത്രമാണ് കൊമ്പ് ഊരിയെടുക്കുവാനും ആനയ്ക്ക് സ്വതന്ത്രനാകുവാനും സാധിച്ചത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പ്രസ്തുത സംഭവത്തിന്റെ ഓർമ്മയാണ് ഇന്ന് നാം കൊണ്ടാടുന്ന ആനവായിൽ ചക്കര നേർച്ച. ചെറിയ പള്ളിയുടെ തിരുമുറ്റത്ത് ആനവായിൽ ചക്കര നേർച്ച 3 നോമ്പ് തിരുനാളിന്റെ മധ്യദിനമായ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ലഭിക്കുന്നു.
കുറുവലങ്ങാട് മുച്ചിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചരിത്ര പ്രസിദ്ധമായ കൈകളിലേന്തി ഈ മഹാദിനത്തിന്, ഈ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായി എത്തിയിരിക്കുന്ന ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രദക്ഷിണ വഴികളെല്ലാം ആത്മീയതയുടെ നിറവ് സമ്മാനിക്കുന്ന, അനുഗ്രഹങ്ങള് ചൊരിയപ്പെടുന്ന നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഭാരതസഭയുടെ ഗർഭഗൃഹമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വാസവും ചരിത്രവും പാരമ്പര്യവും പ്രൗഢിയും ഒന്നിക്കപ്പെട്ട വിശുദ്ധ ദേവാലയമാണ്. പരിശുദ്ധ അമ്മയുടെ നിമിഷം അമ്മ നമ്മുടെ കൂടെയാവാൻ, പാദങ്ങൾക്ക് വിളക്കായി, വീതിയിൽ പ്രകാശമായി, ചിന്തയിൽ സൗരഭ്യമായി, സ്വപ്നങ്ങളിൽ മഴവിൽ ശോഭയായി, നമ്മിൽ നോവായി പടരുന്ന നെടുവീർപ്പും മിഴിനീരും തുടയ്ക്കുന്ന സ്വാതന്ത്ര്യമായി നമുക്കും വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, കുറവലങ്ങാട് മുത്തിയമ്മേ, പരിശുദ്ധ അമ്മേ, കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മുത്തിയമ്മേ, കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഓ മർത്തുമറിയ ബസുൽത്താൻ യമ്മേ ബാലാഹ ബറായ് ഖലാബേൻ ഹദായേ. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമെന്ന ചരിത്രരേഖകളിൽ വിശേഷിപ്പിക്കുന്ന കുറവിലങ്ങാട് മുത്തിയമ്മയുടെ കുറവിലങ്ങാട് പള്ളിയുടെ തിരുമുറ്റത്ത് മുൻവശത്തേക്ക് ഇതാ ഒരിക്കൽ കൂടി കപ്പൽ കടന്നു വന്നിരിക്കുകയാണ്. 2026 മൂന്ന് നോമ്പ് തിരുനാൾ ബൗസാദ് നിനവായേ ചിന്തകളോടെയാണ്. ബൗസാദ് നിനവായേ, നിനവേക്കാരുടെ യാചന, നിനവേക്കാരുടെ യാചന എന്നാണ് മൂന്ന് നോമ്പ് തിരുനാള് മറ്റൊരു രീതിയിൽ അറിയപ്പെടുക. അതെ, ഇത് യാചനയുടെ തിരുനാളാണ്. നിലവേക്കാരുടെ യാചനയോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത് വെക്കുന്ന പ്രാർത്ഥനകളാണ് ബൗസ നമസ്കാരം. 16-ാം നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ടു പോയ ബൗസ പ്രാർത്ഥന ശുശ്രൂഷ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ വീണ്ടെടുത്ത വർഷമാണ് 2026-ാം ആണ്ട്. 25-ാം ആണ്ടിൽ അഭിമന്യ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ആഹ്വാനം ചെയ്തിരുന്നു, കുറവിലങ്ങാട് ബാബുസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണമെന്ന്. പിതാവിന്റെ ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ട് ബാബുസ നമസ്കാരം വീണ്ടെടുത്തപ്പോൾ ഇതാ ബാബുസായുടെ ചിന്തകളിലേക്ക് കപ്പൽ ഓടിക്കയറുകയാണ്. കപ്പലിന്റെ വലിയ പള്ളിയുടെ നടയിലുള്ള 3-ാം പാദ കുമ്പിടലാണ് നാം കാണുക. 3 വട്ടം കുമ്പിടും. ഒരു തവണ കുമ്പിട്ട് കഴിഞ്ഞു. കടപ്പൂർ കരക്കാരുടെ പാരമ്പര്യമനുസരിച്ച് ഇതിനെ കുമ്പിടൽ എന്നാണ് വിളിക്കുക. 2-ാം തവണയും വലിയ പള്ളിയുടെ മുത്തിയമ്മയുടെ കുറവിലങ്ങാട് പള്ളിയുടെ തിരുനടകളിലേക്ക് ഓടിക്കയറി കുമ്പിടൽ പൂർത്തിയാക്കി. ബാബുസ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങളും വൈദികരുമെല്ലാം മാറൻ എസ്രാഹം അലയേൻ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതിനെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ മാറൻ യസ്രാഹം അലയേൻ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. മാറൻ കമ്പൽ ബാബുസൻ, മാറൻ കമ്പൽ ബാബുസൻ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ യാചന ചെവിക്കൊള്ളണമേ. വലിയ പള്ളിക്ക് അഭിമുഖമായി നിന്ന കപ്പൽ കൽക്കുരിശൻ തൊടിയിലേക്ക് യാത്രയാവുകയാണ്.
യൗനനിവ്യയുടെ കപ്പൽ യാത്ര. കർത്താവിന്റെ അരുളപ്പാട് നിനവേയിലേക്ക് പോവുക എന്നായിരുന്നുവെങ്കിൽ അതിനെ ധിക്കരിച്ചുകൊണ്ട് താർസീസിലേക്ക് യാത്ര ചെയ്യുന്ന യോന പ്രവാചകന്റെ തിരുസ്വരൂപം നമുക്ക് കപ്പലിൽ കാണുവാൻ സാധിക്കും. ചുവന്ന വസ്ത്രത്തിന്മേൽ പച്ച നിറത്തിലുള്ള മേലങ്കി ധരിച്ച പുഷ്പ മാല ധരിപ്പിക്കപ്പെട്ട തിരുസ്വരൂപമാണ് യൗനാൻ നബിയായുടെ തിരുസ്വരൂപം കപ്പലിൽ. യൗനാൻ നബിയ കയറിയ കപ്പലിന്റെ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ശ്രദ്ധിക്കുക, തീർത്ഥാടകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. തിരുനാളില് അഭൂതമായ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. പ്രദക്ഷിണ വഴികളിൽ തിരക്ക് കൂടാതെ ഒതുങ്ങി നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രദക്ഷിണ വീതിയിൽ ആളുകൾ സാധിക്കുന്നിടത്തോളം ഒതുങ്ങി നിന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശുംതൊട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഗജവീരൻ കുരിശിനെ വണങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3 പ്രാവശ്യം കുമ്പിടുന്ന മനോഹരമായ കാഴ്ച. ഈ പ്രദക്ഷിണം കുരിശിൻ തൊട്ടിയിലേക്ക് എത്തുമ്പോൾ ദൃശ്യവിസ്മയത്തിന്റെ ആത്മീയതയുടെ നേർക്കാഴ്ച തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്ന ഒറ്റക്കൽ കുരിശാണ് നാം കാണുക. ഈ ഒറ്റക്കൽ കുരിശ് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ കുറവലങ്ങാട് പള്ളിയിൽ ഉയർത്തി നടത്തുന്നതിനായി ആളുകൾ പരിശ്രമിച്ചിരുന്ന അവസരത്തില് എത്ര സമയം അതിനുവേണ്ടി ശ്രമിച്ചിട്ടും കുരിശ് ഉയർത്തുവാനായിട്ട് സാധിക്കാതെ വന്നു. ഈ അവസരത്തിൽ ഒരു അമ്മൂമ്മ കടന്നു വന്ന് ഞാനും കൂടാം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് തൊട്ടപ്പോൾ അത്ഭുതകരമായി കുരിശ് നാട്ടുവാനായിട്ട് അന്ന് സാധിച്ചു എന്നാണ് ചരിത്രം പറയുക. ആ അമ്മൂമ്മ കുറവലങ്ങാട് മുത്തിയമ്മയായിരുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോരുന്ന സമൂഹത്തിന്റെ ആരാധനയുടെ നിമിഷങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കുറവലങ്ങാടിന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒറ്റക്കൽ കുരിശിൻ ചുവട്ടിലാണ് നമ്മളായിരിക്കുന്നത്. ലോകത്തിന് മുഴുവനും അനുഗ്രഹം ചൊല്ലുന്ന കുറവലങ്ങാട് മുത്തിയമ്മ വളരുന്ന തെക്കേ സങ്കീർത്തിക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ഒറ്റക്കൽ കുരിശ് 16-ാം നൂറ്റാണ്ട് മുതൽ കുറവലങ്ങാടിന് അനുഗ്രഹമായി ലോകർക്കേവർക്കും ആശ്വാസമേകുന്ന പരിശുദ്ധ അമ്മ കുറവലങ്ങാട് മുത്തിയമ്മ കൈപിടിച്ചുയർത്തി നടത്തുന്ന അത്ഭുത സ്തംഭമായി നിലകൊള്ളുന്ന ഒറ്റക്കൽ കുരിശ്. ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങാനും മനുഷ്യൻ ദൈവത്തിലേക്ക് കയറാനും യേശു ലോകത്തിന് സമ്മാനിച്ച പാലമായ വിശുദ്ധ കുരിശ്. അനേക ശതാബ്ദങ്ങളിൽ കാറ്റും മഴയും ഇടിയും സഹിച്ചു രാഷ്ട്രീയ പരിവർത്തനങ്ങളുടെയും വിപ്ലവങ്ങളുടെയും പ്രത്യാഘാതമേറ്റു താങ്ങും തണലും റാലിയും ആരാധന അക്ഷോഭ്യമായി നിലകൊള്ളുന്ന കേരള സഭയുടെ ദൃശ്യാത്ഭുതങ്ങളിൽ സുപ്രധാനമായ ഒറ്റക്കല്ലിൽ പതിഞ്ഞ മണ്ണാണ് കൽക്കുരിശിൻ തൊട്ടി. അതെ, മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട ഭൂമികയാണ് കുറവലങ്ങാടിന്റെ കൽക്കുരിശിൻ തൊട്ടി. കാഞ്ഞിരക്കാട്ട് ഇല്ലത്ത് നിന്ന് എത്തിച്ച ഗജവീരൻ ഉയർത്തുവാൻ ശ്രമിച്ചിട്ട് പോലും സാധിച്ചില്ല. ഈ വലിയ ഒറ്റക്കൽ കുരിശ് ഉയർത്തി നാട്ടുവാനായി. എന്നാൽ അതുവഴി വന്ന ഒരു മുത്തശ്ശി വിരൽ തൊട്ടപ്പോൾ ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുക. തുടർന്നാണ് ഒരിക്കൽ കൂടി ബാവുസ ചിന്തകൾ ഉണർത്തിക്കൊണ്ട് കപ്പൽ പ്രദക്ഷിണത്തിൽ കപ്പൽ ശ്രീവായോട് ചേർക്കപ്പെടുക.
കപ്പൽ കരിക്കുരിശിന്റെ മുന്നിലായി ശ്രീവായ്ക്ക് മുന്നിലായി കുമ്പിടുന്ന കാഴ്ചകളാണ് നാം തുടർന്ന് കാണുക. കുമ്പിടൽ, സാഷ്ടാംഗം പ്രണമിക്കൽ, അത് ബാബുസ നമസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതാ കപ്പലിന്റെ കാലുകൾ കുരിശിന്റെ തറയിലേക്ക്, ശ്രീവായുടെ തറയിലേക്ക്, എന്നാൽ ഈശോയുടെ പാദാന്തികത്തിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. തുടർന്ന് അല്പസമയത്തേക്ക് കപ്പൽ ശാന്തമായി. ജീവിതത്തിൽ എത്ര വലിയ കടൽക്ഷോഭമുണ്ടായെങ്കിലും നാം അടുക്കേണ്ട സ്ഥലം ഈ പ്രദക്ഷിണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ പാദാന്തികത്തിലേക്ക്. മാർസ്ലീവ ഉചിതനായ ഈശോയുടെ പ്രതീകമാണ്. ശ്രീവാമയിൽ നാം എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ പാദങ്ങളിൽ തൈലം പൂശുന്നതാണല്ലോ. ഇതാ 3 തവണ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കപ്പൽ മാർസ്ലീവായ്ക്ക് മുന്നിൽ ചലിച്ചുകൊണ്ട് സ്ലീവായ്ക്ക് വന്ദനമർപ്പിക്കുന്നു, കുമ്പിടുന്നു. നമ്മുടെ പൂർവികരെല്ലാം 3 ദിവസം ദേവാലയത്തിന് ചുറ്റുമായിരുന്നു കൊണ്ട് നോമ്പിന്റെ ദിനങ്ങളിൽ ഉപവസിച്ച് കുമ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രസ്തുത ബാബുസ നമസ്കാരം വീണ്ടെടുത്ത 3 നോമ്പ് തിരുനാളാണിത്. ഇത് സുന്ദരമായ യാത്രയുടെ നിമിഷങ്ങളാണ്, ശാന്തതയുടെ നിമിഷങ്ങളാണ്, ബാബുസ നിമിഷങ്ങളാണ്. ദൈവ തറമയെ നമുക്ക് കാണുവാനായി സാധിക്കുക. ജീവിതത്തിൽ കാറ്റും കോളുമുണ്ടാകുമ്പോൾ ഈശോ മിശിഹായുടെ പാദാന്തികത്തിലേക്ക് നമുക്കും ചേർത്ത് വയ്ക്കാം നമ്മുടെ ഹൃദയങ്ങളെ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശുകളിൽ കടപ്പൂർ നിവാസികളുടെ കലകളിലേറി കപ്പൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കപ്പലിനെ ശ്രദ്ധിക്കാം. ദൈവസ്വരം കേൾക്കാതിരിക്കുകയും അവിടത്തോട് ആലോചിക്കാതിരിക്കുകയും ചെയ്ത് സ്വന്തം തിരക്കഥ രചിച്ചായോനാണ് കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റിനെ അയച്ചു വിടുന്നു. നിലവിളിയുടെ പാപത്തിന് പശ്ചാത്താപത്തിന്റെ വിത്തുവാകാൻ ദൈവം തിരഞ്ഞെടുത്ത യോനായുടെ അനുസരണക്കേടിന് ദൈവത്തിന്റെ കോപം കൊടുങ്കാറ്റായി കടലിൽ രൂപം പ്രാപിക്കുകയാണ്. കുരിശുംപട്ടിയില് കപ്പൽ സംവഹിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ശാന്തമായല്ല കപ്പൽ സഞ്ചരിക്കുക. കപ്പലിന് വലിയ മാറ്റങ്ങൾ, കടലിലെ വലിയ മാറ്റങ്ങൾ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കപ്പൽ ശാന്തമാകുന്നില്ല, കടൽ ശാന്തമാകുന്നില്ല. കപ്പൽ ആദിയുലയുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കപ്പൽ ക്ഷോഭത്തിൽ, കപ്പൽ തകരുന്ന അവസ്ഥയിലേക്ക് ഇതാ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളുടെ ദേവന്മാരെ വിളിച്ച് അപേക്ഷിക്കുവാൻ തുടങ്ങുന്ന നിമിഷമാണ്. കാറ്റ് വീശുകയും പിന്നെ ശാന്തമാവുകയും ചെയ്തേക്കാം. കടൽ ഉയർന്നു വരികയും പിന്നീട് ക്ഷീണിച്ച് താഴുകയും ചെയ്തേക്കാം. എന്നാൽ ഇവിടെ കാറ്റിന് ശാന്തതയില്ല, കടലിന് ക്ഷീണമില്ല. കാരണം ദൈവഹിതം നിറവേറ്റപ്പെടും വരെ കടൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കും.
കൽക്കുരിശിന്റെ കടൽ സംഹാര രൂപം പൂണ്ടു കഴിഞ്ഞു. തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. കാറ്റ് കൊടുങ്കാറ്റായി മാറുകയാണ്. കപ്പലിന്റെ അടുത്തിട്ട് തകർക്കുമാറ് ആഞ്ഞടിക്കുന്ന പടുകൂറ്റൻ തിരമാലകൾ കപ്പലിനെ കീഴ്മേൽ മറിക്കുന്ന രീതിയിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന കാഴ്ചകളാണ് കൽക്കുരിശിന്റെ ദൃശ്യാവിഷ്കരിക്കുക. കടപ്പൂർ നിവാസികളിൽ തങ്ങളുടെ കരങ്ങളിൽ കപ്പൽ സമ്മതിച്ചുകൊണ്ട് കാറ്റിൽ കടലിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന് നടുവിലൂടെ പായുന്ന കപ്പലിനെ ചിത്രീകരിക്കുകയാണ്. മൂന്നാമത് തിരുനാളിന്റെ മധ്യദിനം കപ്പൽ പ്രദക്ഷിണത്തിൻ്റെതാകുമ്പോൾ ദൈവകോപം യോനാ പ്രവാചകരിലേക്ക് എത്തിയപ്പോൾ യോനാ പ്രവാചകർ ആയിരുന്ന കപ്പലിലേക്ക് കൊടുങ്കാറ്റടിക്കുന്നതായി ദർശിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വാക്കുനിമിത്ത യോനായുടെ കപ്പൽ യാത്രയിൽ കാറ്റും കോളുമുണ്ടായി. അത് ശക്തിയാർജിച്ച് കൊടുങ്കാറ്റായി. കപ്പലിനെതിരെയുള്ള ചുഴൽ കൊടുങ്കാറ്റാകുമ്പോൾ അടങ്ങാതെ കലിതുള്ളുകയാണ് കടൽ. അതെ, അടങ്ങാതെ കലിതുള്ളുന്ന കടലിലെ കാഴ്ചകൾ, ആർത്തലയ്ക്കുന്ന തിരമാലകൾ, കപ്പലിനോളം ഉയരത്തിൽ ഇരമ്പിയാർക്കുന്ന ജലം, വിഴുങ്ങുവാൻ വായ് പൊളിച്ചു നിൽക്കുന്ന വമ്പൻ സ്രാവുകൾ. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിനവേക്ക് പകരം ടാർസീസിലേക്ക് പോയ യോനാ പ്രവാചകന്റെ കപ്പൽ യാത്ര യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വിവരിക്കുമ്പോൾ എഴുതപ്പെടുകയാണ്. കാറ്റും കോളും ശക്തമായി. കപ്പലിലെ യാത്രികർ എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിക്കുകയാണ്. അവർ പറയുകയാണ്, ഈ നിമിഷങ്ങളിൽ നമുക്ക് നറുക്കിടാം. ആരാണ് ദൈവകോപത്തെ ഈ കപ്പലിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് എന്ന് അറിയുന്നതിനായി നമുക്ക് നറുക്കിടാമെന്ന് കപ്പൽ യാത്രികർ ചിന്തിക്കുന്ന നിമിഷങ്ങളാണ്. വേദനകളുടെ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ, യാതനകൾ തലക്ക് മീതെ ഇരമ്പിയാർക്കുമ്പോൾ നാമും ദൈവത്തിന്റെ ഹിതമെന്തെന്ന് അറിയണമെന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അടിത്തട്ട് ആരെങ്കിലുമൊക്കെ തകർക്കുന്നുണ്ടെങ്കിൽ അത് ദാരിദ്ര്യവും പട്ടിണിയും അഹങ്കാരവും ഒക്കെ തകർക്കുന്നുണ്ടെങ്കിൽ ദൈവഹിതമെന്തെന്ന് നാമും തിരിച്ചറിയണം. ദൈവഹിതം അന്വേഷിച്ച കപ്പൽ യാത്രികരോട് യോനാ പ്രവാചകൻ അനുതാപത്തോടെ പറയുകയാണ്, ഞാനാണ് കാരണക്കാരൻ, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. യോനാ പ്രവാചകന്റെ കപ്പൽ യാത്രയിൽ, ടാർസീസിലേക്കുള്ള കപ്പൽ യാത്രയിൽ കാറ്റും കോളും ശക്തമാകുമ്പോൾ, ആടിയെ ഉലയുമ്പോൾ, കപ്പൽ തകരുമെന്നാകുമ്പോൾ നറുക്കിടുന്ന നിമിഷങ്ങൾ നമുക്ക് കൽക്കുരിശിൻ തുടിയിൽ കാണുവാനായി സാധിക്കും. ഏറെ നേരമായി തളരാത്ത കരങ്ങളുമായി കടപ്പൂർ നിവാസികളുടെ പുതുതലമുറയിലും ഈ പാരമ്പര്യം അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഞങ്ങൾ കൈവിടില്ല, നിധി പോലെ സൂക്ഷിക്കുമെന്നുള്ള, ഇത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ സമർപ്പണമാണെന്നുള്ള മുത്തിയമ്മയുടെ വലിയ പള്ളിയിലെ 3 നോമ്പ് തിരുനാളിനുള്ള ഞങ്ങളുടെ ജീവിത സമർപ്പണമാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ആടി ഉലയുന്ന കപ്പലിനെ ദൃശ്യാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ആടി ഉലയുമ്പോഴും അടുത്തിട്ട് നിലംപറ്റ് തട്ടുമാറ് സഞ്ചരിക്കുമ്പോഴും ഒന്നും കടപ്പൂർ നിവാസികൾക്ക് തെല്ലും പരിഭ്രമമില്ല. തുടർന്നാണ് തിരുശേഷിപ്പുകളുമായി വൈദികർ മാർസിലീവായുടെ മുന്നിലേക്ക് എത്തുക. വീണ്ടും ഒരു ബാവൂസ നിമിഷം. സ്ലീവായ്ക്ക് മുന്നിൽ, ഈശോയ്ക്ക് മുന്നിൽ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് മുന്നിലായിരുന്നുകൊണ്ട് ഈശോയുടെ പാദാന്തികത്തിൽ തൈലം പൂശിയ പോവുകയാണ്. മാറൻ യസ്രാഹം അലൈ, മാറൻ യസ്രാഹം അലൈ. യാചന പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കമ്പൽ മാറൻ ബാബുസൻ, ഞങ്ങളുടെ യാചനകൾ ചെവിക്കൊള്ളണമേ. തിരുസ്വരൂപങ്ങളല്ല കൽക്കുരിശിൻ തൊട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.
മുത്തിയമ്മ ഉയർത്തി നാട്ടിയ മാർസിവായുടെ മുന്നിലിതാണ് കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപം ആലവട്ടം വീശി വണങ്ങുകയാണ്. പ്രധാനപ്പെട്ട തിരുസ്വരൂപങ്ങളുടെ മുന്നിലെല്ലാം ആലവട്ടം വീശി വണങ്ങുന്നത് ഭക്ഷണത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ പുണ്യഭൂമിയിലെ ഈറ്റില്ലമെന്ന് തറവാടെന്ന് യത്തായമ്മ മദർ ചർച്ച് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പുണ്യഭൂമിയിലെ പാരമ്പര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി മറമേറ്റി പുറത്തു വരുന്ന പുണ്യനിമിഷങ്ങളാണ്. മുത്തിയമ്മയുടെ മണ്ണിൽ, മുത്തിയമ്മ പദമൂന്നിയ മണ്ണിൽ, മുത്തിയമ്മ മൂന്നാമതായി ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് പദമൂന്നിയ മണ്ണിൽ, കൽക്കുരിശ് ഉയർത്തി നാട്ടിയ മണ്ണിൽ മുത്തിയമ്മയുടെ ദുരിസ്വരൂപം ആലവട്ടം വീശി പൂക്കളെറിഞ്ഞ് വണങ്ങപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് മുത്തിയമ്മയുടെ മധ്യസ്ഥം വഴിയായി ദൈവപിതാവിലേക്ക് ഉയർത്താം. തിരുശേഷിപ്പുകളുമായി വൈദികർ പ്രദക്ഷിണത്തിൽ അണിചേർന്ന 18 വൈദികർ ദേവാലയത്തിലെ പള്ളിയിലെ തിരുശേഷിപ്പ് പേടകത്തിലെ തിരുശേഷിപ്പുകളുമായി മാർസിലെ വായിച്ചു.